ബിൻശേഷി സെന്റർ ഓഫ് അട്രാക്ഷൻ ആണോ ഇന്നത്തെ പ്രധാന വ്യക്തികൾ എല്ലാവരും പ്ലീസ്. യെസ് ഡോക്ടർ പ്ലീസ് എല്ലാവരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതോടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പ്രധാന വിശിഷ്ടാതിഥികളും ഈ വേദിയിലേക്ക്. സാൻവിവോയുടെ 10ാമത് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെ അത് അദ്ദേഹത്തിന് ഡോക്ടറുടെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷമാണ്. സ്വന്തം ജന്മനാട്ടിൽ തന്നെ ഞങ്ങളുടെ നാട്ടുകാരുടെ കൂടെ തന്നെ അത് ആഘോഷിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ആഘോഷ നിറവിലാണ് എല്ലാവരും. മറ്റൊരു ആഘോഷത്തിന് തുടക്കം എന്നോണം തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ആഘോഷത്തിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥന, ഏതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ തുടങ്ങുന്ന ഏതൊരു കാര്യത്തിനും നമ്മളെ പ്രാർത്ഥന വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്കായി കുട്ടികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ്. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇങ്ങു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകവേ ചൂടുവയ്ക്കുമീ പദങ്ങൾ നിർത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇങ്ങു വാഴ്ത്തിടാം. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഡോക്ടറുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ സ്വാഗത പ്രസംഗം ചെയ്യിക്കണം എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു എന്താ പറയുക സാൻവിവോയെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറെ കുറിച്ചും ഇവിടെ ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ കുറിച്ചും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നല്ല കൈയ്യടികളോട് കൂടി തന്നെ സ്വാഗത പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ശ്രീ CK തിലകൻ സർ. വേദിയിലെ ഏറ്റവും ആദരണീയരായ പ്രവർത്തകരെ, ഒപ്പം തന്നെ ഈ സാൻവിവോവിൻ്റെ 10ാം വാർഷികം പൊതുയോഗത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള മുഴുവൻ സഹൃദരായ നാട്ടുകാരെ, ഞാനെൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇവിടെ സൂചിപ്പിച്ച പോലെ ചില കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റേജിൽ തന്നെ, ഈ സ്റ്റേജ് പുതിയ സ്റ്റേജാണ്. ഇപ്പോൾ ആദ്യത്തെ ഉത്സവ പരിപാടിക്ക് ശേഷം വരുന്ന 2ാമത്തെ പരിപാടിയാണ്. അതിനിടയ്ക്ക് 2 കല്യാണങ്ങളൊക്കെ നടന്നുപോയി. പക്ഷേ അതിനു മുൻപ് ഈ മണലി ഭഗവതി ക്ഷേത്രത്തിൻ്റെയും മറ്റും ഭാഗമായി ഒട്ടനവധി പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ, ഇവിടെയല്ല പുറത്ത് ഒക്കെ നമ്മൾ ഒരുപാട് യോഗങ്ങൾ, ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അതിൻ്റെ കേൾവിക്കാരായും കാഴ്ചക്കാരായും ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. ഞാനിത് സൂചിപ്പിക്കുന്നത് അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഇതൊരു കലാസാംസ്കാരിക സംഘടനയുടെ പരിപാടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളോ മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ പരിപാടികളോ അതിൽ നിന്നെല്ലാത്തെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പറ്റം കുടുംബങ്ങളുടെ മോചനത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ പിഞ്ചു കുട്ടികളുടെ സ്നേഹത്തിനും നന്മയ്ക്കും ദയയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന ഒരു തലോടൽ ഏൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. വളരെയധികം കുട്ടികളും മറ്റ് പ്രായമായവരൊക്കെ ആ ഡോക്ടറുടെ സംഗീതിൻ്റെ കരലാളനകളാൽ സുഖപ്പെട്ടു വന്നിട്ടുണ്ട്. അതൊരു ദൈവശക്തിയോ മറ്റെന്ത് ശക്തിയാണെന്നോ എപ്പോഴും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് കുട്ടികളെയും കുടുംബങ്ങളെയും നേരായ ജീവിതത്തിൻ്റെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സംഗീതത്തിൻ്റെ ചികിത്സയ്ക്ക് ബദലായിട്ട് മറ്റൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്കായി ഒരുപാട് രക്ഷിതാക്കൾ സംഗീതം അന്വേഷിച്ചെത്തുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരായവർ, സിനിമാ രംഗത്ത് പ്രമുഖരായവർ, അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ സംഗീതത്തിൻ്റെ ചികിത്സയ്ക്ക് സമയം കിട്ടാൻ വേണ്ടി പലപ്പോഴും കാത്തു നിൽക്കാറുണ്ട്, ക്യൂവിൽ നിൽക്കാറുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ എല്ലാം പൂർണ്ണമായി എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. അതിപ്പോൾ ഒരു ഗവൺമെൻറ് നടത്തുന്ന ചികിത്സ, ഏത് രാജ്യമായാലും ഏത് ഗവൺമെൻറ്റുകളായാലും ഏത് മെഡിക്കൽ അസോസിയേഷനുകളായാലും അവരെ കൊണ്ടെല്ലാം ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. സംഗീതം തൊടുന്നതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സുഖം പ്രാപിക്കുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രമേണ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ, പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകാൻ സംഗീതം അവരെ സഹായിക്കുന്നുണ്ട്, അവരതിന് പ്രാപ്തരാകുന്നുണ്ട്. ഇതിനു മുമ്പ്, ഒരു വർഷം മുമ്പ് സംഗീതത്തിൻ്റെ ഒരു ചെറിയ പരിപാടി ഈ അന്നദാന ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായിരുന്നു, ഇവിടെ വെച്ച് തന്നെ. അന്നും ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിൽ വന്നിരുന്നു. അവരുടെ രോഗികളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ഈ വേദിയിലുണ്ടായിരുന്നു. അവരൊക്കെ ആകാംക്ഷയോട് കൂടിയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയോടെയാണ് സംഗീത ഡോക്ടറെ നോക്കിക്കാണുന്നത്. അവർ വീട്ടിൽ നിന്ന് ചികിത്സയ്ക്കെത്തുമ്പോൾ മുട്ടിലിഴയുന്ന അല്ലെങ്കിൽ തറയിലിഴയുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ അത്തരത്തിലുള്ള കുട്ടികളില്ലെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരായിട്ട് നടക്കും. പക്ഷേ അത്തരത്തിലൊരു കുട്ടി ജനിച്ചിട്ടുള്ളൊരു വീട്ടിൽ ആ മാതാപിതാക്കൾക്ക്, അവരുടെ സഹോദരങ്ങൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് ആ കുട്ടി ജീവിക്കുന്നിടത്തോളം കാലം അവരുടെ സമാധാനവും സന്തോഷവും അവർക്ക് നിലനിൽക്കില്ല. അത്തരമൊരു രംഗത്താണ് ഒരു പ്രതീക്ഷയുടെ ചെറിയൊരു തുരുമ്പ് പോലെ സംഗീത ഡോക്ടറുടെ കൈകൾ എത്തുന്നത്. ആ സാന്ത്വനത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം, ഈ വെൽനസ് ക്ലിനിക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നതിന് 10 വയസ്സായി. ആ വെൽനസ് ക്ലിനിക്കിൻ്റെ 10ാം വയസ്സിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രവർത്തനം. ഈ 10 വർഷത്തെ കാലയളവിനുള്ളിൽ പ്രശസ്തരായ ഒട്ടനവധി പേർ രോഗത്തിന് ചികിത്സിച്ച് ഭേദമായി പോയിട്ടുണ്ട്. പലരും ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ട് ഭേദപ്പെടുന്നുണ്ട്. എല്ലാം പൂർണ്ണമായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പോലും അവർക്കൊക്കെ ആശ്വാസപ്രദമായ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ സംഗീത ഡോക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുപസ്ഥർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അവർ തന്നെ പറയും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓരോ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ആ വിവരങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും. ഞാൻ അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഇവിടെ നേരം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളഞ്ഞില്ല. ഞാൻ എൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലേക്ക് കടക്കുകയാണ്. സാൻ വിവേകാനന്ദൻ്റെ 10ാമത് വാർഷികത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ 10ാം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ ആരാധ്യനായ MLA VR സുനിൽകുമാറാണ്. എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സുനിൽകുമാർ എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളുടെ മെസ്സേജ് വന്നിരിക്കുന്നത് കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിപാടി തുടങ്ങിക്കോളൂ, ഞാൻ എപ്പോഴെങ്കിലും എത്താമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും സുനിൽകുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ സെലിബ്രിറ്റികളായിട്ട് വന്നിട്ടുള്ളത്, ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് മിസ്റ്റർ മനോജ് കുമാറും ബീന ആൻ്റണിയുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രംഗത്തും സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് അവർ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചെറിയ പരിപാടിയായിരുന്നു ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നവർ നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ള ഇനി നടക്കാനിരിക്കുന്ന വലിയ പരിപാടികളുടെയൊക്കെ മുന്നോടിയായിട്ട് പോകുന്ന ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ശ്രീ മനോജ് കുമാറിനെയും മിസ് ബീന ആൻ്റണിയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഹരീഷ് ബാബു ഇൻ്റർനാഷണൽ HRD ട്രെയിനറാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ലോകോത്തര പ്രസിദ്ധനാണ്. ലോകത്തിൻ്റെ എമ്പാടും HRD ട്രെയിനിങ് കൊടുക്കുന്ന ആ വ്യക്തിത്വം കൂടിയാണ് ശ്രീ ഹരീഷ് ബാബു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികളുടെ ഒപ്പം തന്നെ ഇതിന് മുൻപ് നടന്ന ഞാൻ സൂചിപ്പിച്ച പരിപാടിയിലും മുരളി ചാലക്കുടിയുടെ ഗാനമേള ഉണ്ടായിരുന്നു.
അവരുടെ ഒരു ചെറിയ മെഗാ ഷോ ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മുരളി ചാലക്കുടിയും കലാഭവൻ ജോഷിയും രാജീവ് കുമാറും എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇന്നിവിടെ നടക്കുന്നൊരു വിശിഷ്ടമായ ഒരാരാധ്യ സ്വഭാവമുള്ള ചടങ്ങാണ്. സംഗീതത്തിൻ്റെ അധ്യാപകൻ കൂടിയായ ഇതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന സ്കൂളിലെ അധ്യാപകനായി റിട്ടയർ ചെയ്ത ശ്രീ ജേക്കബ് മാസ്റ്ററെ ആദരിക്കുന്നുണ്ട് സംഗീത്. അപ്പോൾ ആ ആദരത്തിന് എത്തിച്ചതിലുള്ള ജേക്കബ് മാസ്റ്ററെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വ്യക്തിത്വം ശ്രീ ലൈജു കണ്ണത്താണ്. എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. ഈ അമ്പലം ഈ സ്കൂളുമൊക്കെയുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഈ സമുദായത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ദീർഘനാളായിട്ട് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച് വരുന്ന ലൈജു കണ്ണത്ത് സ്വന്തം ജോലി സമയം കഴിഞ്ഞ് ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് ബാക്കി സമയം മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരാളാണ്. സംഗീതിൻ്റെ അടുത്ത സുഹൃത്താണ്. സംഗീതം ലൈജു കണ്ണത്തും കൂടിയാണ് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള ഈ സമുദായത്തിൻ്റെയൊക്കെ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അതിനോടുള്ളൊരു ആദരവാണ് ശ്രീ ലൈജു കണ്ണത്തിന് കൊടുക്കുന്നത്. ലൈജു കണ്ണത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ബിസ്നി സുബ്രഹ്മണി അമ്മമാരുടെ കൂട്ടത്തിന് ആദരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അവരുടെ കുട്ടി ഇവിടെ സംഗീതത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലുണ്ട്. കുറച്ച് പുരോഗതിയുണ്ട്. നല്ല സംഗീതവാസനയുള്ള കുട്ടിയാണ്. കുട്ടിയുടെ ഗാനമേളയൊക്കെ ഉണ്ടാകുന്ന പാട്ടൊക്കെ പാടാൻ കഴിയുന്ന വിധത്തിൽ ചികിത്സ പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി നമുക്കിവിടെ തെളിവാകും അവർ പാടുമ്പോൾ. അവരെയും ഞാൻ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ. ഒപ്പം തന്നെ ഇവിടുത്തെ വയോജന ക്ലബ് അംഗങ്ങൾക്ക് വിഷ്കൈ നീട്ടം നൽകി ആദരിക്കുന്നുണ്ട് ഡോക്ടർ ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ പൊതുരംഗത്തൊക്കെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഡോക്ടർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ മേഖലകളെയും കൈവച്ച് പോയിട്ടുണ്ട്. ഈ അരവിന്ദാക്ഷൻ തൊഴുത്തുങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രസിഡൻ്റായിട്ടുള്ള വയോജന ക്ലബ് അംഗങ്ങളെ, ഈ വാർഡിലെ വയോജന ക്ലബ് അംഗങ്ങളെ ആദരിക്കുന്നുണ്ട്. അവർക്ക് വിഷ്കൈ നീട്ടം കൊടുക്കുന്നുണ്ട്. പിന്നെ പി കെ കിട്ടൻ മാസ്റ്റർ ഗ്രാമീയ കുഴിക്കാട്ടുശ്ശേരി കിട്ടൻ മാഷ് എന്ന് പറഞ്ഞൊരു മഹത്തായ സംഭവമാണ്. കിട്ടൻ മാഷ് ഒരു ഗ്രാമീയ അക്കാദമിയുടെ ചെയർമാനാണ്. കുഴിക്കാട്ടുശ്ശേരി 1.5 കിലോമീറ്റർ അവിടെ നിന്നുള്ളൂ ഗ്രാമീയയിൽ എല്ലാ ദിവസവും പരിപാടികളുണ്ടാവും. വ്യത്യസ്തങ്ങളായ പരിപാടികളുടെ ഒരു കലവറ തന്നെയാണ് ഗ്രാമിക. കുട്ടികളുടെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുടെയും യുവാക്കളുടെയും അമ്മമാരുടെയും എല്ലാവരുടെയും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കലാപരിപാടികൾ സംഘടിപ്പിക്കും. ഒപ്പം തന്നെ വായന, ചിന്ത, നാടകം, സിനിമ എന്നീ രംഗങ്ങളിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രാമികയുടെ ഇതിനുള്ള ശ്രീ കിട്ടൻ മാഷെ എൻ്റെ പഴയ സുഹൃത്ത് കൂടിയാണ്. ഇപ്പോഴും സുഹൃത്താണ്. കിട്ടൻ മാഷെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PD ദിനേഷ് റോട്ടറി ക്ലബ്ബ് ചാലക്കുടി, പോൾ കോതമംഗലം അഡ്വക്കേറ്റ് കുഞ്ഞുമൻ റോട്ടറി ക്ലബ്ബ് ചാലക്കുടിയാണ്. MU BL വാർഡ് മെമ്പർ നേരത്തെ ഇവിടെ പറഞ്ഞാണ്. വാർഡ് മെമ്പർ ഈ വാർഡിൻ്റെ മെമ്പറാണ്. എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് വാർഡ് മെമ്പർ. ഈ ബിനിലിനെയും ഈ PD ദിനേശിനെയും പോൾ കോതമംഗലം അഡ്വക്കേറ്റ് കുഞ്ഞുമൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സുനിൽ ചാലക്കുടി വാർത്തയുടെ പ്രവർത്തകനാണ്. ഏഷ്യാനെറ്റിലൊക്കെ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് സുനിൽ. അതുപോലെ തന്നെ ശ്രീരാഗ് പാലസ് ഹോട്ടലിൻ്റെ മാനേജറാണ്. അലി അസ്കർ ജയപ്രകാശ് വയനാട് ഒരു ട്രീറ്റ്മെൻറ്റ് വന്ന കുട്ടിയെ കുടുംബത്തിലെ രക്ഷിതാവാണ്. ഇവരെയും സുനിലിനെയും ശ്രീരാഗിനെയും അലി അസ്കറേയും ജയപ്രകാശ് വയനാടിനെയും ഞാൻ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജയ് കുമാർ അണ്ണല്ലൂർ നമ്മുടെ ഈ സമുദായത്തിലെ വൈസ് പ്രസിഡൻ്റാണ്. ഒട്ടനവധി കലാസാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന സജീവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് അജയ് കുമാറിനെയും വേണുവിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സുജയ് ടി വിക്രമൻ നമ്മുടെ നാട്ടുകാരനാണ്. തൊട്ടടുത്താണ് താമസം. അവൻ ഈ ഏരിയയിൽ നമ്മുടെ ചെറുപ്പക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വിക്രമനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വർഗീസ് തച്ചുവർ ഞങ്ങളുടെ കൺവീനറേയും ഈ കൺവീനറായിട്ടുള്ള ജയൻ പൊട്ടേത്തോർമിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ 2 കൂട്ടരെയും സ്വാഗതം ചെയ്യാനുണ്ട്. ഇവിടെ മെഗാ ഷോ കളിക്കുന്ന 2 ടീമുകളുണ്ട്. മെഗാ ഷോയിൽ കളിക്കുന്ന ത്രയംബകം
ടീം. അവരുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളിയാണ്. നിങ്ങളെല്ലാം ഈ സംഭവത്തിന് ശേഷം നിങ്ങളെല്ലാം ഒരു കലാപരിപാടി കലാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. അവരുടെ ടീമുകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മണലി മാതൃസമിതിയുടെ അംഗങ്ങളുടെ കൈകൊട്ടിക്കളി കൂടി ഉണ്ടാകും. അവരെയും അത് സ്ഥിരമായിട്ട് ഇവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഞങ്ങളുടെ എല്ലാ ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി സ്വാഗതം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെ കുറിച്ചും വ്യക്തമായിട്ടും ഒരു സംശയമില്ലാത്ത രീതിയിലുള്ള സ്വാഗത പ്രസംഗം. നല്ല കൈയടികൾ കൊടുക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് അറിയിക്കണം. നല്ല രീതിയിൽ നല്ല കൈയടികൾ കൊടുക്കാം. ആയതുകൊണ്ട്